വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുക. ഇവിടെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വേണം പഠിപ്പിക്കാനായിട്ട്. നമുക്ക് മണിക്കൂറിന് 300 രൂപയും 400 രൂപ അതിനിടയ്ക്ക് കിട്ടുന്ന സാലറി കിട്ടും. അപ്പം നമ്മൾ എന്താണ് നമ്മൾക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള മണിക്കൂറിൽ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം എന്താണ് നിങ്ങൾക്കൊരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം എന്താണ് നമുക്ക് വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മാത്രം മതി. അപ്പം ഈ ജോബിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അഡ്രസ്സും ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതൊരു ജെന്യുവിനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണോ അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് 8 സബ്ജക്റ്റ് ട്യൂട്ടർ കേരള സ്റ്റേറ്റ് സിലബസ് മലയാളം ഓർ ഇംഗ്ലീഷ് മീഡിയം എന്ന ജോബിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. കാലിക്കറ്റ് പോസ്റ്റ് ഓഫീസ് വരുന്ന കാലിക്കറ്റ് കേരളയാണ് ജോബ് വരിക. ജോബിൻ്റെ സാലറി വരിക 300-നും 400-നും ഇടയ്ക്കാണ് പെർ ഹവറിന് കിട്ടുക. പാർട്ട് ടൈം ജോബാണ് വരിക. ഫ്ലെക്സിബിളായിട്ടുള്ള ഷെഡ്യൂളാണ് വരിക. നമുക്ക് എഡ്യൂക്കേഷൻ ഓർ ഓൺലൈൻ ഓർ റെക്കോർഡിംഗ് ക്ലാസ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ടുള്ളതും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അലൻസ് അക്കാഡമി ഈസ് ഹിയറിംഗ് ക്ലാസ് 8 സബ്ജക്റ്റ് ട്യൂട്ടോറിയൽസ് ടു റെക്കോർഡ് ഹൈ ക്വാളിറ്റി വീഡിയോ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ദ കേരള സ്റ്റേറ്റ് സിലബസ്. അപ്പം ഇവർ ഈ ഒരു ട്യൂട്ടർ എവിടെയാണെന്ന് വെച്ചാൽ അലൻസ് അക്കാഡമിയിലാണ് ഈ ഒരു വേക്കൻസി വരിക. ഇവർ ഹൈ ക്വാളിറ്റി റെക്കോർഡിംഗ് ക്ലാസ്സസ്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ടല്ലോ, അതാണ് അവർ കൂടുതലായിട്ടുള്ള മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരള സിലബസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് സിലബസിലെ സബ്ജക്റ്റുകളാണ് ഇവർ പഠിപ്പിക്കുന്നത്. 8 സബ്ജക്റ്റുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഓൾ സബ്ജക്റ്റ് അവർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വീഡിയോ ക്ലാസ്സസ് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ട്യൂട്ടർ മസ്റ്റ് ടീച്ച് ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് അവൈലബിൾ ഫോർ സ്റ്റുഡിയോ റെക്കോർഡിംഗ് അറ്റ് അവർ കോഴിക്കോട് സെൻറ്റർ. അപ്പം കോഴിക്കോട് സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജോബ് ചെയ്യാവുന്നതാണ്. ട്യൂട്ടർ മലയാളം ഓർ ഇംഗ്ലീഷ് മീഡിയം ഏതാണെങ്കിലും നമ്മൾ പഠിപ്പിക്കാനായിട്ട് അവൈലബിൾ ആയിരിക്കണം. This is a flexible hour contract based role best suited for experienced teachers or subject expert. നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ എക്സ്പെർട്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ടൈമാണോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ആ ടൈമിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി എന്ത് ചെയ്യുക, ക്ലാസ് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ എത്ര മണിക്കൂർ നമ്മൾ റെക്കോർഡിങ് ടൈം അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് എടുക്കുന്നു നോക്കിയിട്ടായിരിക്കും അവർ പേയ്മെൻറ്റ് തരിക. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവർ ഈ ഒരു ജോബിന് റെസ്പോൺസിബിലിറ്റി, ഒരു ട്യൂട്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഡെലിവർ ആൻഡ് റെക്കോർഡ് ക്ലാസ് 8 സിലബസ് അല്ലെങ്കിൽ ലിസൺസ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ലിസൺസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ സമയത്ത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കണം. എക്സ്പ്ലെയിൻ കൺസെപ്റ്റ് ക്ലിയർലി മലയാളം ഓർ ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയത്തിലോ മലയാളം മീഡിയത്തിലോ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളത് ക്ലിയറായിട്ട് പഠിപ്പിക്കുന്ന കാര്യം ക്ലിയറായിട്ട് എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. പ്ലാൻ ലെസൺ ടു കോർഡിനേറ്റ് വിത്ത് അക്കാഡമിക് ടൈം. അക്കാഡമിക് ടൈം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. എൻഷുർ വീഡിയോ ക്ലാസ്സസ് ടു ആർ എൻഗേജിങ് എക്സാം ഫോക്കസ്ഡ് ആൻഡ് കൺസെപ്ഷൻ സ്ട്രോങ്. അപ്പം നമ്മൾ എക്സാമിനെ മുൻനിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് എന്ത് ചെയ്തിരിക്കണം,
പ്ലാൻ ചെയ്ത് വീഡിയോ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്തിരിക്കണം, വീഡിയോ ക്ലാസ്സസുകൾ ക്രമീകരിച്ചിരിക്കണം. കോൺഫിഡൻസ് ഇസ് ഫ്രണ്ട് ഓൺ ക്യാമറ ആൻഡ് ബോർഡ്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് നല്ല എന്താണ് ക്യാമറയിൽ എന്താണ് പേടിച്ച് അങ്ങനെയൊന്നും ക്ലാസ് എടുക്കരുത്. നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ ക്ലാസ് എടുക്കുക. പിന്നെ നമുക്കിതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റിംഗ് റെലവൻറ്റ് സബ്ജക്റ്റ്. അപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു ബേസായിട്ടുള്ള സബ്ജക്റ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പം മാത്സ് മാത്രം മതി, അല്ലെങ്കിൽ മാത്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ആ മാത്സിന് നിങ്ങൾ എന്തിരിക്കണം, ഒന്നുകിൽ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടീച്ചിങ് എക്സ്പീരിയൻസ് ടീച്ചിങ് കേരള സ്റ്റേറ്റ് സിലബസ്. നമ്മളിതിന് മുമ്പ് കേരള സ്റ്റേറ്റ് സിലബസ് പഠിപ്പിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. BEd ഉണ്ടെങ്കിൽ അവർ പ്രിഫർ ചെയ്യുക BEd ആണ്. അല്ലാതെ മോണ്ടിസോറി പാസ്സായവർ അത് അവർ കൺസിഡർ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഫ്ലുവൻ്റ് ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ്. നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഫ്ലുവൻ്റ് ആയിരിക്കണം. കോൺഫിഡൻറ്റ് പ്രസൻറ്റേഷൻ ആൻഡ് ടീച്ചിങ് ക്ലാരിറ്റി. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് വർക്ക് മോഡ് വരിക, അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അലയൻസ് അക്കാഡമിയിൽ കോഴിക്കോട്, അവിടെ നമ്മൾ ചെന്ന് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ എന്താണ് ഏത് ടൈമാണ് ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ ചെന്ന് റെക്കോർഡിങ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെക്സിബിൾ ഷെഡ്യൂളാണ്. കുറഞ്ഞത് ഒരു ആഴ്ചയിൽ 5 മണിക്കൂറെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിരിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പാർട്ട് ടൈമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് നോക്കുക. നല്ലൊരു ജോബ് വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് വരെ പോയി ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അല്ലാതെ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നാൽ മതി, ഒന്ന് ചോദിക്കുക. പറ്റുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അത് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവരുടെ അഡ്രസ്സ് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാമെങ്കിൽ ചിലപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ കിട്ടും. അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.